നമസ്കാരം. സുഖാണ്. ഞാൻ മോളുടെ വലിയ ഫാനാണ് കേട്ടോ. ഫസ്റ്റ് പടമല്ലേ? ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ അഭിനയിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ആരെയും കൂടുതൽ ഇഷ്ടപ്പെട്ടവരില്ലേ? ഇഷ്ടപ്പെട്ടു. പണക്കാറില്ല. അവരെല്ലാം എന്നെ ഇഷ്ടമാണില്ല, എന്നെ ഇഷ്ടം, എല്ലാരും ഇഷ്ടമാണ്. റിയാസ്ക്ക് ഇഷ്ടമാണോ? എല്ലാരും ഇഷ്ടമാണ്. അനീഷനും എല്ലാരും ഇഷ്ടമാണ്. ശ്രീ ആ ടൈറ്റിലേക്ക് ഏകദേശം കഥ പക്ഷെ ഇതേപോലെ ഒരുപാട് സ്റ്റോറികൾ വന്നിട്ടുണ്ട്. സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു പുതുമ ഉണ്ടാവണം, അല്ല ആളുകൾക്ക് ഇത് പഴയതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത, കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു എലമെന്റ് അതിനകത്ത് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് ശ്രീ അയ്യപ്പനിൽ എന്താണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം താല്പര്യം? ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന സിനിമയില് ഞാൻ ശ്രീ അയ്യപ്പൻ എന്ന സിനിമയിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ടെററിസമാണ്. ടെററിസ്റ്റുകൾ ഡിസംബർ 6 ബാബുമസ്ജിദിലാണ് ശബരിമല ആക്രമിക്കാൻ വരുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇന്നുവരെ നമ്മുടെ ശബരിമലയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി വന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല. എല്ലാ അയ്യപ്പനെ കുറിച്ചുള്ള സിനിമകളും ഏതാണ്ട് ഒരേ പേറ്റേണിൽ തന്നെയാണ്. ഏറ്റവും അവസാനം അയ്യപ്പൻ രക്ഷിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എങ്കിൽ കുറച്ച് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ചേർത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു ടെററിസ്റ്റ് ഇപ്പൊ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനം, ഓക്കെ, അതൊക്കെ ഡിസംബർ 6 ആയിരുന്നു എന്നാണ് ന്യൂസിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് തന്നെയാണ് നമ്മുടെ സബ്ജക്ട്. നോർമലി നമ്മളിപ്പോൾ ഡിവൈൻ സബ്ജക്ട്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു കാര്യം തന്നെ 10 പേര് ഒരാളോട് പറയുകയാണെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് 10 രീതിയിലായിരിക്കും കേൾക്കുന്നത്. പക്ഷെ ആ കേൾക്കുന്ന ആള് ചിലപ്പം വേറൊരാൾ പറയുമ്പോൾ 100 അർത്ഥത്തിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ സബ്ജക്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ട്. കാരണം അയ്യപ്പന്റെ സീരിയൽസ് വരുന്നുണ്ട്, സിനിമകൾ വരുന്നുണ്ട്, പലതും ഒരു കാര്യമായിരിക്കും പറയുന്നത്. പക്ഷെ പല രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഇതിൽ എത്രത്തോളം മിത്തുണ്ട്, എത്രത്തോളം റിയാലിറ്റി ഉണ്ട്, എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം മിഥ്യമുണ്ട് ഒരു കൺഫ്യൂഷൻ കാണുന്ന ഓഡിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം മിഥ്യയാണോ സത്യമാണോ? ഇത് രണ്ട് രീതിയിലും പറയാം നമുക്ക്. അതായത് എല്ലാവർക്കും ഇപ്പൊ വിശ്വാസം ഉണ്ടാവുന്നില്ല. വിശ്വാസം ഉള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസം ഇല്ലാത്ത ഓഡിയൻസും സിനിമയാക്കിയാണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഞങ്ങൾ ഇതിനകത്ത് ക്ലൈമാക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ മുമ്പിൽ അയ്യപ്പൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അമ്പലത്തിൽ പോയി തോന്നുന്നുണ്ട്, അപ്പൊ ഞാൻ അയ്യപ്പനെ അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിരീശ്വരവാദിയെ ഒരാൾ വന്നാലും പുള്ളിക്ക് ഓക്കെ ഓക്കെ ആണ്, ഓക്കെ ദൈവം ഇല്ല, വേറൊരാൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഞങ്ങൾ ക്ലൈമാക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിലൊരുപാട് പ്രൊഡ്യൂസറെ കേട്ടവർക്ക് ഒരുപാട് ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ അയ്യോപാർപ്പിച്ചൊരു കഥാപാത്രമായിട്ടാണ് ഇന്ന് പറയാറുള്ളത്. ശരിക്കും എങ്ങനെയാണ് കഥാപാത്രം കേട്ടപ്പോൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഒരു ഫാമിലി മാനായിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. സാധാരണ വില്ലനീസോ ഒന്നുമില്ല. ഒരു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായ ബിസിനസ്സുകാരൻ, ദൈവവിശ്വാസിയല്ല. ദൈവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാൾക്ക് ഭയങ്കര പുച്ഛവും, വെറുതെ ഇല്ലാത്തൊരു കാര്യത്തിന് വെറുതെ എന്തിനാ. പിന്നെ അയാൾ വിശ്വാസത്തിലേക്ക് വരുന്ന സംഭവമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് വിശ്വാസം. വില്ലൻ കഥാപാത്രങ്ങളിൽ നമ്മള് ഒരു ഫസ്റ്റ് ഒരു ഇമേജ് മലയാളികൾക്ക് കുറച്ചുകൂടെ ഫേവറുള്ള, അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കും കൂടുതൽ ഓർക്കാറുള്ളത്. അപ്പം ബേസിക്കലി ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഹീറോയേക്കാൾ കൂടുതൽ ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പാടുണ്ട്. തോന്നിയിട്ടുണ്ട് ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഒരു മേക്കർ ശ്രദ്ധിക്കേണ്ടത്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായാലേ
അവിടെ ഒരു ലൈറ്റ് കത്തും. പോസിറ്റീവാണ്, നെഗറ്റീവാണ്. ഇത് ഇന്നല്ല, എല്ലാ കാലഘട്ടവും സിനിമ തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു ഹീറോ ഒരു വില്ലൻ. സോ വില്ലൻ എത്രമാത്രം ശക്തമാക്കുന്നോ അത്രയും ഹീറോ പൊങ്ങി വരും. സോ അതാണ് MGR നമ്പ്യാർ ഒക്കെ പറയുന്നത്, അങ്ങനെയാണ്. സോ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ അതും ഈ സിനിമയായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാനിതിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. December 6 സാറ് പറഞ്ഞ പോലെ, വിഷ്ണു സാറ് പറഞ്ഞ പോലെ December 6 ശബരിമലയിൽ ഒരു വലിയ അറ്റാക്ക് നടക്കാൻ പോകുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യാനും അവിടെയുള്ള ജനങ്ങളെ കാത്തു സൂക്ഷിക്കാനും സ്പെഷ്യൽ സ്ക്വാഡായിട്ട് വരുന്നൊരു പോലീസ് ഓഫീസറാണ് അൻവർ എന്ന് പറയും. അത് കുറേ ഇന്റർലിങ്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പടം കാണുമ്പോൾ കണക്ട് ചെയ്യാം. അൻവറാണോ വാവർ നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മൾ ചെയ്യുന്ന ചേട്ടൻ റീസൺ മലയാളത്തിൽ ഇപ്പോഴൊരു ഹ്യൂമർ കഥാപാത്രം ചെയ്ത് അല്ലെങ്കിൽ ഫാമിലി മാൻ ആയിട്ടുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ കഥാപാത്രങ്ങളാണ് കൂടുതൽ നമുക്ക് റിലേറ്റബിൾ ആയിട്ട്. അപ്പം ഈ ഒരു സെറ്റപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹമാണ്. ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും എൻ്റെ ഈ കഥാപാത്രം ഷെയ്ഡ് ബ്രേക്ക് ചെയ്ത് എനിക്ക് കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു കഥാപാത്രം മുന്നെടുക്കാൻ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒതുക്കാറുണ്ടോ? ചേട്ടനത്തോളം ആ ഷെയ്ഡ് പിടിക്കാനത്തോളം എഫേർട്ട് അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ സീനാണ് സ്ത്രീയുടെ അവസാനത്തെ സെഗ്മെന്റിൽ ഞാനത് നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തമിഴിലേക്ക് ആദ്യം ചെയ്യുന്ന മേഖല എന്നൊരു സീരിയലിൽ ഞാനത് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മുടെ ആൾക്കാരിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ കഥാപാത്രങ്ങൾ ഏത് വന്നാലും ചെയ്യാനുള്ളൊരു ഒരു സന്തോഷം എനിക്കുണ്ട്. അത് ചെയ്തുകൊണ്ടേയിരിക്കും. അയ്യപ്പന്റെ കഥാപാത്രം, എൻ്റെ കഥാപാത്രത്തിന്റെ പേര് മണികണ്ഠൻ എന്നാണ്. മണികണ്ഠൻ എന്ന് കേൾക്കുമ്പോൾ അയ്യപ്പന്റെ പേരാണ്. പക്ഷെ ഞാൻ അയ്യപ്പനായിട്ടല്ല, അയ്യപ്പനായിട്ട് വേറൊരാൾ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്നുണ്ട് വലിയ സന്തോഷത്തോടു കൂടി തന്നെ. ഇതൊരു പട്ടാളക്കാരനാണ്. പട്ടാളക്കാരൻ എൻ്റെ അമ്മയാണ് ചേച്ചി അഭിനയിക്കുന്നത്. പ്രശ്നമാണ് കലാപം ചേച്ചി അഭിനയിക്കുന്നത്. അച്ഛനായിട്ട് കോട്ടയം രമേശ്വരൻ അഭിനയിക്കുന്നു. അപ്പോൾ ഇത് സന്ദർഭവശാൽ ഞാൻ ഒരു മലയ്ക്ക് പോകുന്ന ഒരു സാഹചര്യത്തിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഒരു യാത്രയുണ്ട്, ശബരിമലയ്ക്കുള്ള യാത്ര. ആ യാത്രയുടെ ഭാഗമായിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന സുഹൃത്താണ് ശബരി എന്ന കഥാപാത്രം ചെയ്യുന്ന സുധീർ. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ പോലെ നമ്മൾ ഭക്തർ അമ്പലത്തെ ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് തന്നെ അമ്പലത്തെ ലക്ഷ്യമാക്കി മറ്റാരെങ്കിലും എന്തെങ്കിലും എന്താണ് അനുചിതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് വരുന്ന വാവർ അല്ലെങ്കിൽ അൻസാർ എന്ന കഥാപാത്രമായിട്ട് റിയാസ്ക വരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ഈ സിനിമ. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിരുന്നത്. പിന്നെ നമ്മളൊരു സിനിമയുടെ പേര് ഇടുമ്പോൾ നമുക്ക് എല്ലാവരിലും എത്തണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ശബരിമല സബ്ജക്ട് പറയുമ്പോൾ വേറൊരു പേരിട്ടാൽ തിയേറ്ററിലേക്ക് ആരും വരത്തില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ഒരു പുതുമുഖ ഡയറക്ടർക്ക് പെട്ടെന്ന് ഇങ്ങനൊരു പേരാകുമ്പോൾ എല്ലാവരും എത്തിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ശ്രീ അയ്യപ്പനാണെന്ന് പേരിട്ടത്. ഇപ്പോൾ റിയാസ്ക എന്ന പേര് പറയുമ്പോൾ തന്നെ അതിലൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു അടി, ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ടാണോ ആ ഒരു ആർമി അല്ലെങ്കിൽ പോലീസ് ഓഫീസർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ടാണോ റിയാസ്ഖാനെ കാസ്റ്റ് ചെയ്യാൻ? ഉറപ്പായിട്ടും. കാരണം ഒരു എഡീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ബോഡി കൊണ്ട് ഫിറ്റ്നസ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അപ്പോൾ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇന്നത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഓടുക, ചാടുക, അങ്ങനത്തെ ഒരുപാട് പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് വേണം. ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ റിയാസ്കയോട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 3 വർഷമായിട്ട് ഞാൻ റിയാസ്കയുടെ അത്യാവശ്യം കമ്പനിയുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടി എഴുതിയ ക്യാരക്ടർ തന്നെയാണ് ഇത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലുള്ള മാസ് എലമെന്റ്സ് ഒക്കെ കാണാൻ പറ്റും. മാസ് എലമെന്റ്സ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലുണ്ടാ, പക്ഷെ പുള്ളി വേറെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വലിയ മാസ് അല്ല എങ്കിൽ കുറച്ച് പരിപാടികളല്ലാതെ ബേസിക്കായിട്ട്. ഓക്കെ, അതിന് ചെറിയ കാര്യങ്ങൾ പറയാം. ഓക്കെ, ടെററിസ്റ്റുകൾ വരുമ്പോൾ ഉറപ്പായിട്ട് ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങി പറ്റും അല്ലെ? ഒരു ഓഫീസറിന് മാത്രം നിൽക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ ടെററിസ്റ്റിനെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി തന്നെയാണ്. അതിലേക്ക് എത്തിക്കുന്നത് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ വെച്ചത് പഴയ ഓഡിയൻസ് അല്ലല്ലോ ഇപ്പോഴത്തെ. പണ്ടായിരുന്നെങ്കിൽ 100 വില്ലന്മാരെ ഒരാൾക്ക് അടിച്ചിട്ടായിരുന്നു. ഇപ്പോഴൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ ട്രോള് കയറില്ല. അതൊക്കെ നോക്കി തന്നെയാണ് ചെയ്തിരുന്നത്. സുധീരേട്ടാ, നിങ്ങൾ തമ്മിലുള്ള ഒരു തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അഭിനയിച്ച് മത്സരിക്കാനുള്ള ഒരു അവസരമൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റേജിനൊക്കെ ഇതിൽ കാണാൻ പറ്റും? സുധീരേട്ടനും റിയാസ്ഖാനും തമ്മിലുള്ള ഞങ്ങൾ തമ്മിൽ അങ്ങനെ മത്സരം ഉണ്ടായിട്ടില്ല. സൗഹൃദപരമായ അപ്രോച്ച്
ഈ സിനിമ എന്നും സിനിമയിലായാലും ഇങ്ങനെ ഒരു കഥാപാത്രം വന്നിട്ടില്ല. മറ്റേ കൊച്ചി രാജാവിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു സൗഹൃദപരമായിട്ടുള്ള എൻഡിങ് ആയിരുന്നു അല്ലേ ലാസ്റ്റ്. ഇത് ഞാൻ പുള്ളിയായിട്ട് കോമ്പിനേഷൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ അനീഷായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. വേറൊരു ട്രാക്കിൽ പോകുന്നൊരു കഥാപാത്രമാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് എൻ്റെ ഞാൻ ചെയ്ത കഥാപാത്രം നിന്ന് വേറിട്ടുള്ള കഥാപാത്രം. ഇത് ഫാമിലി പോലെ. അതിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം നമ്മളിപ്പോ റിയാസിക്കായാലും സുധീരനായാലും ഒരു സ്ഥിരം പാറ്റേണല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ? നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഇതേപോലെ കൗണ്ടർ കാര്യങ്ങൾ തികച്ചും ഡിഫറെന്റ് ആയിട്ട് ഉള്ള ക്യാരക്ടറാണ് ഈ രണ്ടുപേരും ചെയ്തിരുന്നത്. ഈ സുധീരൻ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം പൊതുവെ വരുന്ന ശബരിമല റിലേറ്റഡ് മൂവീസിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ഈ സിനിമ? എത്രത്തോളം ടെംപ്ലേറ്റ് വൈസ് ആയാലും നല്ല കാര്യങ്ങളും എത്രത്തോളം ഡിഫറെന്റ് ആയിരിക്കും? നേരത്തെ പറഞ്ഞല്ലോ, ഇത് സാധാരണ ഒരു ഭക്തി സംഭവമല്ല. ഇതൊരു ടെററിസം. അതായത് 6 ഡിസംബർ 6 കുറച്ച് തൽപരകക്ഷികൾ ഇത് അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അതിനെ അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. അതിലൂടെയാണ് കഥ പോകുന്നത്. ഇതിനകത്ത് അമ്മ കഥാപാത്രമാണ്. അനീഷിന്റെ ക്യാരക്ടറിന്റെ അമ്മയായിട്ടാണ്, കോട്ടയം രമേശിന്റെ ജോഡിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അമ്മ എനിക്ക് നീതി പുലർത്താൻ കിട്ടുന്ന ഏത് കഥാപാത്രവും അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ആ കലയെ ഇഷ്ടപ്പെടുന്ന ഉപാസിക്കുന്ന ഏതൊരു ആർട്ടിസ്റ്റിനും നീതി പുലർത്താൻ കഴിയുന്ന, ധർമ്മക്കാരി ആയിക്കോട്ടെ അല്ലെ ജഡ്ജി ആയിക്കോട്ടെ, നീതി പുലർത്താൻ കഴിയുന്ന കഥാപാത്രം കിട്ടണമെന്നാണ് ആ കലാകാരനോ കലാകാരിയോ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ഒരു നോവലിസ്റ്റ് ആയാലും ഗാനരചയിതാവായാലും കഥാകൃത്തായാലും അവരുടെ തൂലികത്തുമ്പിലൂടെ അവരുടെ ചിന്തയിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളെ അനേക കാലത്തെ അവരുടെ പ്രയത്നം കൊണ്ടാണ് ആ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ് ഒരു കഥയാകുന്നത്. അവരുടെ തൂലികത്തുമ്പിലൂടെ അക്ഷരങ്ങളെ വാക്കുകളാക്കി, വാക്കുകളെ കണ്ണികയാക്കി, കഥയാക്കി, കഥാപാത്രങ്ങളെയും കഥയെ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടികർത്താവാണ് ഏറ്റവും, ഈ ലോകത്തെല്ലാം സൃഷ്ടിയാണ് ഏറ്റവും വലുത്. അപ്പോ വെഞ്ഞാറമൂട് വിഷ്ണു എഴുതി സംവിധാനം ചെയ്ത ഈ ശ്രീ അയ്യപ്പൻ, അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. അദ്ദേഹമല്ല, വിഷ്ണുമോൻ, ഞങ്ങളുടെ കൂട്ടായ്മ അതിൽ ഉണ്ടാവാക്കിയത്. അപ്പോ സംഗീതവും ഓരോ സിറ്റുവേഷനും കഥയും മ്യൂസിക്കും സംഗീത രചയിതാവും എല്ലാം കൂടി നമ്മുടെ കഥ, ക്യാമറാമാന്, കോർഡിനേറ്ററ്, ഡിസ്ട്രിബ്യൂട്ടറ് എന്ന് വേണ്ട എഡിറ്റിങ്, മൊത്തത്തിൽ കുറെ കലാകാരുടെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന്റെ പേരിലാണ് ഒരു പടം. എത്ര കടമ്പ കടന്നാണ്, കഷ്ടപ്പെട്ടാണ് തിയേറ്ററിൽ ഒരു പടം ഇറങ്ങുന്നത്. അപ്പൊ അത് കണ്ട് ഇത് കൊള്ളത്തില്ല എന്നൊന്ന് പറഞ്ഞ ഓഡിയൻസിന്റെ പ്രതികരണം ചിലപ്പോൾ പറഞ്ഞാൽ അവിടെ നമ്മൾ തോറ്റുപോകും. അങ്ങനെ പറയാതിരിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു സിനിമയാകട്ടെ. വിഷ്ണുവിന്റെ തുടക്കം, സംവിധാനം ഏറ്റവും ബെറ്റർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹാശംസകളും ഈ അമ്മയുടേതും വിഷ്ണുമോൻ ഉണ്ടാകുന്നു. ഞങ്ങൾക്കെല്ലാം, ഞാനും അതിൻ്റെ ഒരു ഭാഗമല്ലേ. അപ്പോ തിയേറ്ററിൽ വരുമ്പോൾ നല്ല ഒരു പ്രതീക്ഷയ്ക്ക് വകയാകട്ടെ ശ്രീ അയ്യപ്പൻ എന്ന് ആശംസിക്കുന്നു. സ്വാമിയേ കടന്നൊരു ഫ്രഷ് വന്നു. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാണുന്ന മനുഷ്യന് കൈ കൊടുക്കാതെ കാണാത്ത ദൈവത്തിന് കൈയിട്ടാൻ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്മാർ ദൈവങ്ങളാവുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തില് പിന്നെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പ്രയോജനമുണ്ട്? സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പറ്റ ആളുകളാണ്. അതിന്റെ ഒരു വിജയമാർഗമാണ് സിനിമ.
സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അത് എന്റർടൈൻമെന്റ് ആണ്. അത് ആ രീതിയിൽ കാണുക. അതിന് സത്യാവസ്ഥയും അസത്യങ്ങളും തിരിഞ്ഞാൽ അത് സിനിമ സിനിമ അത് വേറെ. പിന്നെ കാണുന്ന ദൈവമാണോ കാണാത്ത ദൈവമാണോ ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ്. മനുഷ്യനല്ലേ ദൈവത്തിന് ഉണ്ടാക്കിയത്. അപ്പോൾ സിനിമ ഉണ്ടാക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ഏതാ മനുഷ്യൻ ഏതാന്ന് പോലും തിരിച്ചറിയാൻ ഇതൊക്കെ കാലകാലമായിട്ടുണ്ട്. ഇത് കാലകാലം ഇപ്പൊ ഉള്ള കാര്യമല്ല. ഇത് കാലകാലം ഇപ്പൊ എല്ലാം പറഞ്ഞിരുന്നല്ലോ. എപ്പോഴും ഉള്ളതാണ്. അവരെ ഈ പറഞ്ഞ പോലെ ദൈവം ഏതാ മനുഷ്യൻ ഏതാ അവരെല്ലാം നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. വേറെ നമ്മൾ എന്ന് പറയുന്നത് ഞാൻ താങ്കൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് അല്ലേ. അതാണ് പിന്നെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ വലിയൊരു ലോകം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ വഴി ഞാൻ പറയാം, അത് സ്വയം നന്നാണ്. അതാണ് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിരുന്നത് കരിയോഗ്രാഫ് ഉണ്ടാവും. ചെയ്ത കരിയോഗ്രാഫ് നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ, നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ന ആക്ടേഴ്സിൽ പഠിച്ച കാര്യങ്ങൾ, ഒരു ആക്ടറായിട്ട് ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തു. എനിക്ക് ഈ പോർഷനൊക്കെ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തു. ആളിനെയാണ് പറഞ്ഞ പോയിട്ട് കുറച്ചുകൂടെ ഞാൻ നോട്ട് ചെയ്തതായിരുന്നു എന്ന് തോന്നിയ പോയിന്റ്സുകളൊക്കെ. അത് മിക്കവാറും കുറേ സിനിമകൾ തോന്നും. ഒരു സിനിമയിൽ ഒതുങ്ങില്ല, കുറേ സിനിമകൾ തോന്നും. മാക്സിമം നമ്മൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് മാക്സിമം എക്സൽ ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ അതിരുന്ന് കാണുമ്പോൾ ഓക്കെ, പിന്നെ ഡയറക്ടർ അത് ഓക്കെ പറഞ്ഞു, ഡയറക്ടർക്ക് ഓക്കെ പറഞ്ഞു, ഓക്കെ ഫൈൻ. നമ്മൾ അതിലേക്ക് വീണ്ടും അത് ബെറ്റർ ആക്കി കഴിഞ്ഞാലും ഇപ്പോൾ അത് നന്നാകാതെ പോകും. ഇതായിരിക്കും മീറ്റർ, ഇതിങ്ങനെ ചെയ്താൽ മതി എന്നായിരിക്കും, ഈ കഥാപാത്രം ഇത്രയും ചെയ്താൽ മതി എന്നായിരിക്കും. അത് ഓക്കെ, അത് ഡയറക്ടർ ഓക്കെ പറയത്തില്ല. ഡയറക്ടർ സ്റ്റാർട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്. അതിനപ്പുറം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. 12-ാം തീയതിയാണ് അയ്യപ്പൻ റിലീസ്. എല്ലാവരും അത് കാണണം. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒക്കെ പറയണം. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. ഉറപ്പായിട്ടും എല്ലാവരും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഡിസംബർ 12-ാം തീയതിയാണ് ശ്രീയപ്പൻ തിയേറ്ററിലെത്തുന്നത്. ഉറപ്പായിട്ടും നിങ്ങളില്ലെങ്കിൽ സിനിമയില്ല. അപ്പം എല്ലാവരെയും സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാവണം. കാരണം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആണ്. 12-ാം തീയതിയാണ് അതെ, ഞങ്ങളുടെ കാത്തിരിപ്പിനൊരു ഫലം ഉണ്ടാകുന്നത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, എത്തണം തിയേറ്ററിലേക്ക്.